ഭൂചലനമുണ്ടായ തൃശൂരിൽ കുന്നംകുളത്ത് ജിയോളജി വകുപ്പ് പരിശോധന നടത്തുന്നു. രാവിലെ 8:15 തൃശൂരിലെയും പാലക്കാട്ടെയും വിവിധയിടങ്ങളിൽ ഭൂചലനമുണ്ടായത്. വലിയ ഇടിമുഴക്കത്തോടെ കുലുക്കമുണ്ടായെന്ന് നാട്ടുകാർ പറഞ്ഞു. അഖിൽ വിവരങ്ങൾ നൽകും. അഖിൽ, റിക്ടർ സ്കെയിലിൽ 3 തീവ്രത രേഖപ്പെടുത്തിയ ഭൂചലനമാണ്. അതുകൊണ്ട് തന്നെ ഒരു പഠനവും ഗവേഷണവും ഇക്കാര്യത്തിൽ ഉണ്ടാകുമെന്ന് നേരത്തെ തന്നെ പ്രതീക്ഷിച്ചാണ്. ഇപ്പോൾ ജിയോളജി വകുപ്പിന്റെ പരിശോധന എങ്ങനെ തുടരുന്നു? സൈഫുദ്ദീൻ, ഈ ചില സ്ഥലങ്ങളിൽ നേരിയ രീതിയിൽ വീടുകൾക്ക് വിള്ളൽ പറ്റിയിട്ടുണ്ട്. അതുപോലെ തന്നെ ചില കിണറുകളിലൊക്കെ തന്നെ ഒരു ബോയിലിംഗ് പോലുള്ള രീതിയിലേക്കൊക്കെ തന്നെ തിളച്ചു മറിയുന്ന രീതിയിലേക്കൊക്കെ പോയ സ്ഥലങ്ങളുണ്ട്. അപ്പോൾ അത്തരത്തിൽ പ്രശ്നങ്ങൾ സംഭവിച്ചു എന്ന്, അതായത് ചെറിയ തോതിലെങ്കിലും പ്രശ്നങ്ങൾ സംഭവിച്ചു എന്ന് പറയുന്ന വീടുകൾ സന്ദർശിക്കുകയും അതുപോലെ തന്നെ ഓരോ ഭാഗങ്ങളായിട്ട് ഓരോ പ്രത്യേക ഭാഗങ്ങളായി ചെന്ന് പരിശോധന നടത്തിക്കൊണ്ടിരിക്കുകയാണ്. എവിടെ നിന്നാണ് ഇതിന്റെ ഉറവിടം എന്ന കാര്യം ഇപ്പോഴും കണ്ടെത്താൻ സാധിച്ചിട്ടില്ല. അത് കണ്ടെത്തേണ്ട കാര്യമാണ് എന്നുള്ളതാണ് നമ്മൾ അല്പസമയം മുമ്പ് സീനിയർ ജിയോളജിസ്റ്റ് ആയിട്ടുള്ള മനോജിനോട് സംസാരിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞത്. എന്തായാലും അത്തരത്തിൽ വേണ്ട ഒരു പരിശോധന, എവിടെ നിന്നും ഇത് സംഭവിച്ചു എന്ന് തുടങ്ങിയ കാര്യങ്ങളൊക്കെ പരിശോധിക്കുകയാണ്. റിക്ടർ സ്കെയിലിൽ 3 അത് അത്ര ഗുരുതരമുള്ളതല്ല, ചെറിയ തോതിലുണ്ടാകുന്ന ഭൂചലനമാണ്. എന്തായാലും പക്ഷെ അതിന്റെ കാരണം കണ്ടെത്തേണ്ടതുണ്ട്. ഒപ്പം തന്നെ ഏത് ഭാഗത്തു നിന്നാണ് ഇത് ആരംഭിച്ചത് തുടങ്ങിയ കാര്യങ്ങളൊക്കെ തന്നെ വ്യക്തത വരുത്താനുള്ള അന്വേഷണമാണ് നടത്തിക്കൊണ്ടിരിക്കുന്നത് എന്നുള്ള കാര്യമാണ് പറഞ്ഞത്. നിലവിൽ ആശങ്കപ്പെടേണ്ട ഒരു സാഹചര്യം ഇല്ല എന്നുള്ളതാണ്. ഈ മിക്ക സ്ഥലങ്ങളിലും പണ്ട് കാലങ്ങളിലൊക്കെ തന്നെ നേരിയ തോതിൽ ഇത്തരത്തിൽ ഭൂചലനം ഉണ്ടായിട്ടുള്ള സ്ഥലങ്ങളിലാണ് ഇപ്പോൾ വീണ്ടും ഇത്തരത്തിൽ ഈ ഭൂചലനങ്ങൾ ഉണ്ടായിട്ടുള്ളത് എന്നുള്ളതാണ് നമ്മൾ അദ്ദേഹത്തോടൊക്കെ സംസാരിക്കുമ്പോൾ മനസ്സിലാക്കുന്നത്. എന്തായാലും ഒരു 3-4 സെക്കൻഡുകൾ മാത്രം ആണ് ഇത്തരത്തിൽ ഭൂചലനം ഉണ്ടായിട്ടുള്ളത് എന്നുള്ള കാര്യമാണ് എന്തായാലും ഇവിടെയുള്ള നാട്ടുകാരൊക്കെ തന്നെ പറയുന്നത്. ഈ വലിയ രീതിയിൽ വീടുകൾ കുലുങ്ങുകയും അതുപോലെ തന്നെ പാത്രങ്ങൾ നിലത്ത് വീഴുകയും ഒക്കെ തന്നെ ഉണ്ടായിട്ടുണ്ട് എന്നുള്ള കാര്യം കൂടി ഈ ആളുകളൊക്കെ തന്നെ പങ്കുവയ്ക്കുന്നുണ്ട്. എന്തായാലും ആശങ്കപ്പെടേണ്ട കാര്യമില്ല എന്നുള്ളതാണ് സീനിയർ ജിയോളജിസ്റ്റ് ആയിട്ടുള്ള മനോജ് പറഞ്ഞിട്ടുള്ളത്. ശരി, അഖിലാണ് തൃശ്ശൂരിൽ നിന്നും വിശദാംശങ്ങൾ നൽകിയത്. ശാസ്ത്രത്തിൻ്റെ ഒരു പരിമിതിയാണത്, ഭൂചലനത്തെ പ്രഡിക്റ്റ് ചെയ്യാൻ കഴിയില്ല എന്നുള്ളതാണ്. അപ്പോൾ ഇവിടെ ഇപ്പോൾ പല പ്രദേശങ്ങളിലും കുന്നംകുളം, ചാവക്കാട് താലൂക്കിൻ്റെ വിവിധ ഭാഗങ്ങളിൽ ഇത്തരത്തിൽ പ്രകമ്പനം ഉണ്ടായിട്ടുള്ളതാണ് നമ്മുടെ കണക്കുകൂട്ടലുകൾ തന്നെയാണ്. ദുരന്ത നിവാരണ അതോറിറ്റി തന്നിട്ടുള്ള കണക്കനുസരിച്ച് റിക്ടർ സ്കെയിലിൽ 3 രേഖപ്പെടുത്തി ഭൂചലനം ഉണ്ടായെന്നാണ് പറയുന്നത്. പക്ഷേ ഇപ്പം നമ്മൾ നിൽക്കുന്ന ഈ പ്രദേശങ്ങളിലൊക്കെ വളരെ കുറഞ്ഞ രൂപത്തിൽ മാത്രമാണ് അത് രൂപപ്പെട്ടിട്ടുള്ളത്. അതിൻ്റെ പ്രഭവ കേന്ദ്രം ഏതാണെന്ന് കണ്ടെത്തേണ്ടിയിരിക്കുന്നു. അത് വിശദമായ പരിശോധനയിൽ മാത്രമേ കണ്ടെത്താൻ സാധിക്കൂ. എന്താണെന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാൻ സാധിച്ചു. എന്താണെന്ന് വെച്ചാൽ പല സ്ഥലത്തും ആദ്യമായിട്ടാണല്ലോ ഇത്തരത്തിൽ. അതെ. അല്ല, അതങ്ങനെ ഭൂമിയുടെ വിവിധ ഭാഗങ്ങളിൽ മർദ്ദം സഹിക്കാനാവാതെ മർദ്ദം പുറത്തേക്ക് പോകുന്ന ഒരു പ്രവർത്തനമാണ് ഭൂമികുലുക്കം എന്ന് പറയുന്നത്. മർദ്ദം റിലീസ് ചെയ്യാന്നുള്ളത്, പ്രഷർ റിലീസിംഗ് എന്നാണ് ഈ എർത്ത് വെക്കുന്നത് നമുക്ക് വ്യാഖ്യാനിക്കാം. ജിയോളജി വകുപ്പ് ഉദ്യോഗസ്ഥന്റെ പ്രതികരണമാണ് നമ്മൾ കണ്ടത്.